എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഓഫീസ് വീഡിയോ ആണ്. ടെട്ടഡേങ്, ഇതാണ് എൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓഫീസ്. അപ്പം ഈ കുഞ്ഞ് ഫ്ലവർ പോട്ട് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് കോവർക്കർ തന്നാണ്. അവരുടെ പേര് ഫ്ലവേഴ്സിൻ്റെ പേര് സന ആൻഡ് സേറ എന്നാണ്. ഞാൻ ഡേറ്റ് ചേഞ്ച് ചെയ്തു. ഇന്നത്തെ ദിവസം 24-ാം തീയതി. ഇതെൻ്റെ ഡീക്കോർ. ഇത് ഞാൻ ഷെയിനിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ആക്ച്വലി കുറച്ചും കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ വീട്ടിൽ അങ്ങോട്ട് ഫിറ്റ് ചെയ്തു. ഇത് ഞാനാണ് ഗായ്സ്, ഞാൻ തന്നെ കഷ്ടപ്പെട്ട് പണിയെടുക്കും. ഞാൻ പണിയൊക്കെ എടുക്കും. ഇത് എൻ്റെ തന്നെ ഓഫീസാണ്. ഇപ്പം ഞാൻ വലിയ പുള്ളിയാട്ടോ അല്ല, ഞാൻ സാധാ പുള്ളിയാണ്. ബട്ട് എനിക്കൊരു ഓഫീസ് റൂമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ ലഞ്ച് ബ്രേക്കിന് നമ്മൾ ഷവർമ പ്ലേസിൽ നിന്ന് ഷവർമ ഓർഡർ ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുന്ന് കഴിക്കണേ ഈ ഷവർമ പ്ലേസിൽ നിന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഷവർമയായിരുന്നു കേട്ടോ. ഇതിന് മുമ്പ് ഞങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. പക്ഷെ അത് വേറെ പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു. വീണ്ടും ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ പണി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതങ്ങ് തീർക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അല്ലറ ചില പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെ ക്രീമൊക്കെ തേച്ച് ഇങ്ങനെ എനിക്ക് ആ ഒരു ഭയങ്കര എന്താ പറയുക, ഒരു നന്നായിട്ട് ഇരിക്കണം എന്നുള്ള ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ ജോലി കഴിഞ്ഞു. 7 to 3:30 ആയിരുന്നു എൻ്റെ ജോലി കഴിഞ്ഞു. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. നടന്നാണ് വരുന്നത് കേട്ടോ, കാരണം വീടിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഓഫീസ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, എനിക്ക് ഹാപ്പിയാണ്. കാരണം കുറേ യാത്ര ഒന്നും ചെയ്യണ്ടല്ലോ, അത് തന്നെ ഒരു സന്തോഷമാണ്. പിന്നെ നമ്മുടെ മഞ്ഞപ്പൂക്കളൊക്കെ ഓൾറെഡി കാൽഗറിയിൽ വന്നു കഴിഞ്ഞു. അപ്പം പൂക്കളൊക്കെ പൂത്ത് തുടങ്ങി. എനിക്ക് ആ ഒരു പച്ചപ്പൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ആ പച്ചപ്പ് കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഡ്രൈ ആയിട്ടിരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടമാണ് ഇങ്ങനെ ബ്ലൂം ആയിട്ട് ഉള്ള ഒരു ആ ഒരു ഗ്രീനറി എനിക്കിഷ്ടമാണ്. അപ്പം ഇങ്ങനെ നടന്നൊക്കെ പോകുമ്പോഴാണ് ഞാൻ ലൈഫിനെ കുറിച്ച് പലതും ചിന്തിക്കണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് ഞാൻ ചിന്തിക്കുമായിരുന്നു, എല്ലാ മനുഷ്യരും എന്ത് റെഗുലറായിട്ടാണ് ജീവിക്കുന്നത്, ഒരേ പാറ്റേൺ. എല്ലാവരും ജനിച്ചു വളർന്നു, പിന്നെ ആരെയിലൊക്കെ കല്യാണം കഴിച്ചു, പിള്ളേരായി, പിന്നെ പ്രായമായി, പിന്നെ തീർന്നു. ഇത്രയുള്ളല്ലോ നമ്മുടെ ജീവിതം. സെയിം പാറ്റേൺ ആണല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണമല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ 2 അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ടേ. കുറച്ച് നേരം ഞാൻ അവരുമായിട്ട് സംസാരിച്ചു, അവരുമായിട്ട് അങ്ങോട്ട് ചില്ല് ചെയ്തു കേട്ടോ. അവരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ എന്ത് ഭംഗിയായിരുന്നു എന്നറിയാമോ. അപ്പം ഞാനിങ്ങനെ അവരെ കണ്ടു. പിന്നെ ഞാൻ വെച്ചാൽ വീട്ടിൽ സാധനം ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, പോകാം എന്ന് വിചാരിച്ചു. നമ്പർ ലോക്ക് പറഞ്ഞു തരില്ല. അപ്പം ഞാൻ വീട്ടിലെത്തി. ഇനിയിപ്പോൾ എൻ്റെ ഈവനിങ് സാധനമായിട്ട് സ്പെൻഡ് ചെയ്യാം. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നാളെ വീക്കെൻഡാണ്, അതുകൊണ്ട് ആരും നേരത്തെ എണീക്കേണ്ട. ജോലി ഇല്ലാത്തവർ ആരും നേരത്തെ എണീക്കേണ്ട. ജോലിയുള്ളവരൊക്കെ എണീക്കേണ്ടി വരും. ബട്ട് ഞാൻ എണീക്കില്ല, എനിക്ക് ഓഫാണ്. അത്രേ ഉള്ളൂ. ബായ്.